കോട്ടയം പാലാ മുത്തോലിയിൽ കണ്ടെയ്നർ ലോറി ബസ് സ്റ്റോപ്പ് ഇടിച്ചു തകർത്തു. നിയന്ത്രണം നഷ്ടമായ കണ്ടെയ്നർ ലോറി ബസ് സ്റ്റോപ്പിൽ ഇടിച്ചു കയറുകയായിരുന്നു. റോഡരികിൽ നിർത്തിയിട്ടിരുന്ന കാറിലും മറ്റൊരു ലോറിയിലും വാഹനം ഇടിച്ചു. ആർക്കും പരിക്കില്ല. അഖിൽ കെ വിവരങ്ങളുമായി ചേരുകയാണ്. അഖിൽ, ആർക്കും പരിക്കില്ല എന്നുള്ളതാണ് ആശ്വാസം. എങ്ങനെയാണ് അപകടമുണ്ടായത് എന്നതാണ് പ്രാഥമികമായി കിട്ടുന്ന വിവരം. മധു, ഈ മുത്തോലി എന്ന് പറയുന്നത് വളരെ തിരക്കേറിയ കവലയാണ്. അതിലാണ് ഇത്തരത്തിൽ അപകടം ഉണ്ടായിരിക്കുന്നത്. ഒരു വലിയ ദുരന്തം തന്നെ വഴിമാറിപ്പോയി എന്ന് പറയേണ്ടി വരും. കാരണം ആദ്യം വഴിയിൽ നിർത്തിയിട്ടിരുന്ന കാറിലാണ് ഇടിക്കുന്നത്. അതിനുശേഷം നേരെ ഈ കണ്ടെയ്നർ ലോറി ഈ ഇടിച്ചു കയറി, അതായത് ഈ ബസ് സ്റ്റോപ്പിലേക്ക് ഇടിച്ചു കയറുന്നു. അതിനുശേഷം ഈ റോഡിന്റെ ഓപ്പോസിറ്റ് സൈഡ്, അതായത് ഈ കണ്ടെയ്നർ ലോറി ഇടിച്ചു കയറിയ ബസ് സ്റ്റോപ്പിന്റെ മറുവശത്തുള്ള റോഡ് ക്രോസ് ചെയ്തു പോയ ശേഷമാണ് ഈ ലോറിയിലേക്ക് ഇടിക്കുന്നത്. അത് ഈ ഒരു ബൈക്ക് മറ്റേതുമൊക്കെ കയറിക്കൊണ്ടുവന്ന ലോറിയാണ്. അതിലേക്ക് ഇടിക്കുകയും ചെയ്യുന്നത്. അതിനുശേഷം പിന്നാലെ മറ്റൊരു മതിലിലേക്ക് ഇടിച്ച് കയറി നിന്ന ശേഷം ഈ കണ്ടെയ്നർ ലോറിയിൽ നിന്നും കണ്ടെയ്നർ വിട്ടുമാറുന്ന സാഹചര്യം പോലും ഉണ്ടായി എന്നുള്ളതാണ്. പക്ഷേ ആർക്കും പരിക്കുകൾ ഉണ്ടാവുകയോ അല്ലെങ്കിൽ ആ സമയത്ത് മറ്റ് റോഡ് മുറിച്ച് കിടക്കുന്ന വാഹനങ്ങളിലേക്കോ അല്ലെങ്കിൽ ബൈക്കോ അത്തരത്തിലുള്ള വാഹനങ്ങൾ തട്ടുകയോ ഒന്നും ചെയ്യാത്തതുകൊണ്ട് തന്നെ മറ്റ് അപകടം ഉണ്ടായിരുന്നില്ല. ഈ കാറിലായാലും ബസ് സ്റ്റോപ്പിലായാലും ആളുകൾ ഇല്ലാത്തതുകൊണ്ട് തന്നെ വലിയ ദുരന്തം തന്നെ ഒഴിവായി മാറി എന്ന് പറയേണ്ടി വരും. ഈ നിയന്ത്രണ നഷ്ടം, അതായത് കണ്ടെയ്നർ ലോറി ഓടിച്ചുകൊണ്ടിരുന്ന ഡ്രൈവറുടെ നിയന്ത്രണ നഷ്ടമായതാണ് അപകടത്തിന് കാരണമായെന്ന് പറയുന്നു. അത്ര അമിത വേഗതയിലായിരുന്നില്ല എന്നാണ് നിലവിൽ പോലീസിന് നടക്കുന്ന നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്താണ് സംഭവിച്ചതിൽ കൃത്യമായ ഒരു വ്യക്തത പോലീസിനും ഇതുവരെ ലഭിച്ചിട്ടില്ല. ഈ കണ്ടെയ്നറിന്റെ നിയന്ത്രണം എങ്ങനെ നഷ്ടമായി, ഇടിച്ചു കയറുകയും ഡ്രൈവറുടെ ഒരു പറയുന്നുണ്ട്. ഇടിച്ചു കയറി റോഡിന്റെ മറുവശത്തുള്ള കടയിലേക്ക് ഇടിച്ചു കയറി തിരികെ ഇപ്പുറത്തേക്ക് വന്ന് ആ ലോറിയിൽ കൂടി ഇടിച്ചാണ് ആ വാഹനം നിന്നത്. വലിയ വേഗതയിലല്ല, അഖിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വലിയ വേഗതയിലല്ല, പക്ഷേ വാഹനം നിയന്ത്രിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായി എന്നാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അഖിൽ കെ വിവരങ്ങളുമായുണ്ട്. അഖിൽ, ഞാൻ നോക്കുകയായിരുന്നു, ആ വാഹനം വരുന്നതിന് തൊട്ട് മുൻപും ഒക്കെ ഈ ബൈക്കും മറ്റു വാഹനങ്ങളും ഒക്കെ കടന്നു പോകുന്നുണ്ട്. പക്ഷേ റോഡിന്റെ അപ്പുറത്ത് നിന്ന് നിയന്ത്രണം വിട്ട് ഇപ്പുറത്തേക്ക് വരുന്ന ആ സമയത്ത് മറ്റു വാഹനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നത് വലിയ ആശ്വാസമാണ്. തീർച്ചയായും അത് തന്നെയാണ് മധു. കാരണം തിരക്കേറിയ പാതയാണ്, അതായത് കോട്ടയം പാലാ റോഡാണ്. അതിലെ പ്രധാനപ്പെട്ട ഒരു കവലയാണ് മുത്തോലി എന്ന് പറയുന്നത്. അവിടെയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. ആദ്യം നമുക്ക് ആ ദൃശ്യങ്ങളിൽ കൃത്യമായി തന്നെ കാണാൻ സാധിക്കും. ആദ്യം ഒരു കാറിലാണ് ഇടിക്കുന്നത്. അതിനുശേഷം നേരെ ബസ് സ്റ്റോപ്പിലേക്കാണ് ഇടിച്ചു കയറുന്നത്. ആ ബസ് സ്റ്റോപ്പിൽ ഇടിച്ചു കയറിയ ശേഷമാണ് വീണ്ടും നിയന്ത്രണം നഷ്ടമായി ഓപ്പോസിറ്റുള്ള ഈ ലോറിയിലേക്ക് വന്നിടിക്കുന്നതും അവിടെ സമീപത്ത് ഇടിച്ചു നിൽക്കുകയും ചെയ്യുന്നത്. അതിനുശേഷമാണ് കണ്ടെയ്നർ ഈ ലോറിയിൽ നിന്നും വേർപെട്ടു പോകുന്ന സാഹചര്യത്തിലേക്ക് പോലും ആ കാര്യങ്ങൾ ചെന്നെത്തി എന്നുള്ളത്. അതിനിടയിൽ, അതായത് ഈ ലോറി ഇടിച്ചു വരുന്ന സമയത്ത് ആ വാഹനത്തിൽ ആളുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ഇത് മറുവശത്ത് വരുമ്പോൾ മറ്റു വാഹനങ്ങളൊന്നും എതിരായി തൊട്ട് മുൻപോ അതിന് ശേഷമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വാഹനങ്ങൾ പോകുന്നുണ്ട്. പക്ഷെ ആ ഒരു സമയത്തൊന്നും കടന്നുപോയില്ല, അല്ലെങ്കിൽ ലോറി തിരികെ വരുന്ന സമയത്തൊന്നും ഉണ്ടായില്ല എന്നുള്ളത് തന്നെയാണ്. ആർക്കും അപകടങ്ങൾ പറ്റാതെ, അല്ലെങ്കിൽ ഡ്രൈവർക്കും കാര്യമായ അപകടങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് നമുക്ക് ആശ്വാസകരമായ കാര്യം തന്നെ. എന്തായാലും ഒരു വലിയ ദുരന്തം തന്നെയാണ് അത് ഒരു തലനാരിഴയ്ക്ക് ഒഴിവായി പോയിരിക്കുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ അത് മനസ്സിലാക്കാൻ സാധിക്കും. അഖിലാണ് വിവരങ്ങൾ നൽകുന്നത്. ആ വാഹനം ഇടിച്ചു പോകുന്നതിനിടയിൽ ഒരു ഇരുചക്ര വാഹനം പോലും തലനാരിഴയ്ക്കാണ് അതിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നത്. അപകടത്തിന്റെ തീവ്രത നമുക്ക് മനസ്സിലാകും, പക്ഷെ ആർക്കും പരിക്കില്ല എന്നത് വലിയ ആശ്വാസമായ കാര്യമാണ്. ഒരുപക്ഷെ വാഹനം അമിത വേഗത്തിലായിരുന്നില്ല എന്നതായിരിക്കാം അപകടങ്ങൾ ഒഴിവാക്കാനുള്ള കാരണവും.